തൊടുപുഴ പുളിയൂർമല സംസ്ഥാന പാതയിൽ 10ഓളം ഇടങ്ങളിലാണ് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞത്. കാൽവരി മൗണ്ട് 9-ാം മൈൽ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതുകൂടാതെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തൊടുപുഴ പുളിയൂർമല സംസ്ഥാന പാതയിൽ 10ലധികം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. ഇതിൽ കാൽവരി മൗണ്ട് 9-ാം മൈൽ റോഡിലേക്ക് രാത്രി 10 മണിയോടെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. തുടർന്ന് രാവിലെ റോഡിലേക്ക് വീണ മണ്ണ് എടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തി. രാത്രിയിൽ ഒരു 11 മണിയായപ്പോഴത്തേനും വെള്ളം ശക്തമായിട്ട് ഒഴുകി വന്നു. അപ്പോൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് ഇപ്പം വഴിയെല്ലാം കൂടെ ഇടിഞ്ഞ് താട്ട് വീണാണ് കാണാൻ സാധിച്ചത്. പിന്നെ എല്ലാ അയലക്കുംകാരും എല്ലാവരും കൂടെ കൂടി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അന്നേരത്തേനും ഫയർഫോഴ്സുകാർ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജെസിയും വന്ന് വെള്ളക്കെട്ടെല്ലാം മാറ്റി അവർ അത്യാവശ്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പോയി. ഇതുകൂടാതെ വാഴവരിക്ക് സമീപം സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഈ ഭാഗത്ത് വൺ വേ സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. റോഡ് അപകട ഭീഷണിയിലുമാണ്. വെള്ളയാംകുടിക്ക് സമീപം മൺതിട്ട ഇടിഞ്ഞ റോഡിലേക്ക് വീണു. നാരകക്കാനത്തിനു സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയി. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. ഇതാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുവാനുള്ള കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് കാരണമെന്നും ആരോപണമുണ്ട്. ഈ റോഡിൽ ഓടകളുടെ അഭാവവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഓടകൾ നിർമ്മിക്കുവാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന.